അയ്യപ്പനും കേക്കച്ചനും കനിഞ്ഞാൽ വരുന്ന തവണ ഞങ്ങൾ പൊളിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനുണ്ട്. അവസാനം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമുക്ക് ആഗോള അയ്യപ്പ സംഗമം നടത്തുവാനുള്ള ആ അനുമതി നൽകിയിട്ടുണ്ട്. കർശനമായും ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ ഇത് നടത്തുന്നത് ആ ഉദ്ദേശം നടപ്പിലാക്കുവാൻ സുപ്രീം കോടതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും തരികടകൾ കാണിച്ചാൽ ഉത്തരവാദി ദേവസ്വം ബോർഡാണെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആരെ പേടിക്കാനാണ്? അങ്ങനെ നമ്മുടെ അയ്യപ്പനും നമ്മുടെ കേക്കച്ചനും കനിഞ്ഞാൽ വരുന്ന തവണ നമ്മൾ അടിച്ചു പൊളിക്കും. ആരും അങ്ങനെയൊന്നും ചോദിക്കല്ല്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് കാറൽ മാർക്സ് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്രകാരം മതങ്ങളുടെയും ആചാരങ്ങളുടെയും പുറകെ പോകുന്നതൊന്നും ദയവേതാരും ചോദിക്കരുത്. കാറൽ മാർക്സ് അങ്ങനെയൊക്കെ പറയും. പുള്ളിക്ക് ഇതൊക്കെ അങ്ങനെയൊക്കെ പണ്ട് എഴുതി വെച്ചായിരുന്നാൽ മതി. ഇവിടെ 10 വോട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കോലം കെട്ടിയാലാണ്, എന്തൊക്കെ നായ്ക്കോലം കെട്ടി ആടിയാലാണ് 10 വോട്ടുകൾ നമ്മുടെ പെട്ടിയിലേക്ക് വീഴുന്നത് എന്ന് ഈ കാറൽ മാർക്സിനോ എംഗൽസിനോ താത്വികാചാര്യന്മാർക്കോ വല്ലതും അറിയാമോ? അവർക്കറിയില്ല. ഭരണം പിടിക്കണമെങ്കിൽ ഇത് എന്തൊക്കെ പെടാപ്പാടുപെടണം. അതുകൊണ്ട് നമ്മൾ ആഗോള അയ്യപ്പ സംഗമം നമ്മൾ നടത്തും. അതുകൂടാതെ ആഗോള കാക്കാ സംഗമം നമ്മൾ നടത്തും. അതിനുശേഷം ആഗോള നസ്രാണി സംഗമവും നമ്മൾ നടത്തും. അങ്ങനെ ഒരു ജാതിയെയും മതത്തെയും നമ്മൾ വിട്ടുപിടിക്കുന്ന പ്രശ്നമില്ല. നമ്മുടെ നേതാക്കന്മാരുടെ കാര്യം തന്നെ നോക്കിയേ. ഓരോരുത്തരന്മാർ പറയുന്നു കാറൽ മാർക്സ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. നമ്മൾ എത്രത്തോളം വിശ്വാസികളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറിയുടെ പേര് തന്നെ നോക്കുക. ബഹുമാനപ്പെട്ട ഗോവിന്ദൻജി. ഗോവിന്ദൻ എന്ന് പറയുന്നത് ആരാണ്? റഷ്യയിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യനായിരുന്നോ? അല്ല, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മറ്റൊരു അവതാരമാണ് അദ്ദേഹം. നോർത്തു നോക്കുക. അന്നേരം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പാർട്ടിയും ഈ ദൈവങ്ങളും ഒക്കെ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വല്ലോ കാറൽ മാർക്സ് എന്നോ ചെഗുവേരെന്നോ എംഗൽസ് എന്നോ ഒക്കെ ആക്കാമായിരുന്നു. മാറ്റിയില്ല സുഹൃത്തുക്കളെ. അദ്ദേഹം ആ പാർട്ടിയുടെ സമുന്നത പദവിയിലേക്ക് വരുവാൻ ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ പേരാണ് എന്നുള്ള ഒരു പോരായ്മയൊന്നും പാർട്ടി നേതൃത്വം കണക്കിലെടുത്തില്ല. ഭഗവാന്റെ നാമധാരിയായ ബഹുമാനപ്പെട്ട ഗോവിന്ദൻജി ഈ ആഗോള അയ്യപ്പ സമ്മേളനത്തിന് അദ്ദേഹമാണ് പേട്ട തുള്ളി മുന്നിൽ പോകുന്നത്. അതുപോലെ ഒരു അറിയിപ്പുണ്ട്. പേട്ട തുള്ളുവാൻ താല്പര്യമുള്ള മുതിർന്ന സഹാക്കന്മാർ എത്രയും വേഗം ഈ വരുന്ന ആഴ്ച തന്നെ പേര് തരണം. പേട്ടതുള്ളി പ്രാക്ടീസ് ഓരോരോ ബ്രാഞ്ച് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പേട്ടതുള്ളൽ പരിശീലനം നടത്തുന്നതാണ്. നന്നായി തുള്ളുന്നവർക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ആ വേദിയിൽ തുള്ളാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചത്തെ പ്രാക്ടീസ് നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് സഹാക്കന്മാരെല്ലാം ഉത്സാഹിച്ച് എത്രയും പെട്ടെന്ന് പേര് തരണം. അതുപോലെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ എല്ലാവരും നമ്മൾ കാണാതെ പഠിക്കണം. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരന്മാരും ഈ BJP-കാരന്മാരും സംഘികളുമൊക്കെ നമ്മളെ കളിയാക്കും. നമുക്കിതിനെക്കുറിച്ചൊന്നും, നമുക്ക് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും കാര്യമായിട്ട് നമുക്ക് വഴങ്ങുന്നവരല്ല. അയ്യപ്പ ഭക്തിഗാനങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല, വിപ്ലവഗാനങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്ന് ഈ ദുഷ്ടന്മാർ പറഞ്ഞു വരുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായി അയ്യപ്പ ഭക്തഗാനങ്ങൾ പഴയ ഇപ്പോൾ CDs ഒക്കെ നമുക്ക് ഒന്നും കിട്ടാനില്ല എങ്കിലും നെറ്റിൽ തപ്പിയാൽ എല്ലാ അയ്യപ്പ ഭക്തിഗാനങ്ങളും കിട്ടും. അതൊക്കെ പരമാവധി നമ്മൾ കാണാതെ പഠിച്ച് ഉറക്കെ പാടി നമ്മൾ നവകേരള യാത്ര പോയതുപോലെ നമ്മളുടെ വാഹനത്തിൽ നമ്മൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 40 ദിവസം നോയമ്പ് നോക്കി ഉപവാസം നോക്കി ആ ആചാര അനുഷ്ഠാന വിശുദ്ധിയോടുകൂടി വേണം നമ്മൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ. ആർക്കും ഒരു കോലക്കേടും അലോസരവും ഉണ്ടാക്കരുത്, ആരും കുറ്റം പറയരുത്. അതുകൊണ്ട് സഹാക്കന്മാർ 41 ദിവസം കഠിനവ്രതം നോക്കണം. അവർ മാലയിടണം. വൃശ്ചികം 1 കൃത്യമായിട്ടും മാലയിടണം. ദിവസവും
പഴയ പോലെ നടന്നാൽ പോരാ, കൃത്യമായി പല്ല് തേക്കണം, കുളിക്കണം, അടുത്തുള്ള അമ്പലത്തിൽ പോകണം, അതുപോലെ മാല നാട്ടുകാർക്ക് ദർശിക്കാവുന്ന രീതിയിൽ ഷർട്ടിനെ പുറത്തിട്ടുകൊണ്ട് നടക്കണം. അതുകൂടാതെ കൃത്യമായിട്ടും എല്ലാത്തരം നോമ്പുകളും നോക്കണം. മദ്യം, പുകവലി, മുറുക്ക് ആദിയായവയൊന്നും ഈ 41 ദിവസങ്ങളിൽ ഉപയോഗിക്കുവാൻ പാടില്ല. നമ്മൾ ക്യാമറ കണ്ണുകളിലായിരിക്കും, നമ്മളെ മൈക്രോസ്കോപ്പിക് ലെൻസിലൂടെ എല്ലാവരും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാകും. അതുകൊണ്ട് സഹാക്കന്മാർ കൃത്യമായി ഇത്തരം കാര്യങ്ങളെല്ലാം പാലിക്കണം. അവസാനം നമുക്ക് നാട്ടുപേരുണ്ടാക്കരുത്. അതുകൂടാതെ നമ്മളുടെ പേട്ട തുള്ളാനുള്ള ആ പ്രധാനപ്പെട്ട ടീമിലേക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരെല്ലാം പേര് നൽകുകയും വേണം. അതുപോലെ തന്നെ ചില വായ്നോക്കികൾ നമ്മളെ കളിയാക്കുന്നു. നിങ്ങൾ മതത്തിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു എന്നൊക്കെ പറഞ്ഞു കിടന്ന നമ്മളെ ഇവന്മാർ വലിച്ച് കീറാനും പൊങ്കാലയിടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് പറ്റുന്ന ക്യാപ്സൂൾ നമ്മുടെ കിറ്റപ്പൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാപ്സൂള് കൃത്യമായിട്ടും തയ്യാറാകുന്ന മുറയ്ക്ക് നമ്മൾ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നതാകും. കൃത്യമായിട്ടും ആ ക്യാപ്സൂളുകൾ മനഃപ്പാടമാക്കി ഇത്തരം പരാമർശങ്ങൾ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നും പറഞ്ഞ് നമ്മളെ പ്രധാനമായിട്ട് ആക്രമിക്കാൻ വരും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മതത്തിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് വ്യാപരിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇതിന് പറ്റുന്ന ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുക്കാൻ പറ്റാത്ത നല്ല ഡവാർ പടാർ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തരുന്നതാണ്. അതുപോലെ വേറൊരു ചോദ്യം കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പണ്ട് നമ്മുടെ ഇദ്ദേഹം ചാക്കോ അന്ത്യകൂദാശ സ്വീകരിച്ചില്ലേ എന്നൊക്കെ ചിലപ്പോൾ അന്ന് അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപ്പുപ്പ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് പറ്റുന്ന സാധനങ്ങളും നമ്മൾ തയ്യാറാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടക ചുമതലയിലേക്ക് പ്രധാനമായിട്ടും നമുക്ക് ഇത്തവണ സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിന് പ്രധാനമായിട്ടും ഈ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ സർവശ്രീ ആദരണീയയായ പരിശുദ്ധയായ രഹ്ന ഫാത്തിമ, അതുപോലെ നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ബിന്ദു അമ്മിണി, കനകദുർഗ, തൃപ്തി ദേശായി ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു സന്നദ്ധ സേന സഹാക്കന്മാർക്ക് വേണ്ട ക്രമീകരണങ്ങൾ, സഹായങ്ങൾ എല്ലാം ക്രമീകരിക്കുവാൻ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാവും. അതുകൂടാതെ ഇനിയും ഇത്രയും നമുക്ക് വലിയ സമയമുണ്ട്. അതുകൊണ്ട് അയ്യപ്പൻ കനിഞ്ഞാൽ, അയ്യപ്പനും കേക്കച്ചനും കനിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് വേണ്ടി കേക്കച്ചൻ എന്തേരം നാട്ടുകാരുടെ തെറിവിളിയാണ് കേൾക്കുന്നത്. ഒരു സൈഡിൽ നമുക്ക് ഭരണമുണ്ട്, പോലീസ് സേനയുണ്ട്, സകല സംവിധാനമുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് മൂന്നാം വട്ടം നമുക്ക് ഭരണം ഒരുക്കുവാൻ വേണ്ടി അഹോരാത്രം പാടുപെടുന്ന നമ്മുടെ കേക്കച്ചനെ നമ്മൾ സ്മരിക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നേർച്ച നേരണം. ഇദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിനും ഈ ഉടനെ ഒന്നും ഈ കേക്കച്ചന് ഒരു പുല്ലും ഒരു മലരും സംഭവിക്കരുതേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അദ്ദേഹമാണ് എല്ലാ പാർട്ടി ഓഫീസുകളിലും നമുക്ക് കാറൽ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ചിത്രത്തോട് ചേർത്ത് കേക്കച്ചൻ്റെ ഞങ്ങൾ അയച്ചു തരുന്ന ഈ ഫോട്ടോ നിങ്ങൾ ഫ്രെയിം ചെയ്ത് ഹാരമർപ്പിച്ച് എല്ലാ ദിവസവും മുഷ്ടി ചുരുട്ടി 3 പ്രാവശ്യം മുദ്രാവാക്യം വിളിക്കണം. ഇദ്ദേഹമാണ് നമ്മുടെ ഐശ്വര്യം. കഴിഞ്ഞ 2 തവണയും നമ്മളെ കാപ്പാത്തിയ ഈ മഹാനെ നമ്മൾ ആരും മറക്കരുത്. അതുകൊണ്ട് കേക്കച്ചൻ കനിഞ്ഞാൽ, അയ്യപ്പൻ അനുഗ്രഹിച്ചാൽ മൂന്നാമതും നമ്മൾ വരും. ഒരു ശക്തിക്കും നമ്മളെ തിരുത്താൻ സാധിക്കത്തില്ല എന്ന് പറയുന്നു. അതുപോലെ ഇതിന് ശേഷം വിജയകരമായ ഈ അയ്യപ്പ ആഗോള സംഗമത്തിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ കാക്കാ സംഗമം, നസ്രാണി സംഗമം ഉടനെ നമുക്ക് നടത്തണം. അങ്ങനെ ഈ എല്ലാ മതങ്ങളിലെയും എല്ലാവന്മാരെയും നമ്മുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കണ്ട. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ പേട്ട തുള്ളുവാനുള്ള സഹാക്കന്മാരുടെ ലിസ്റ്റ് എത്രയും വേഗം തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.